ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെവരെ ചോദ്യം ചെയ്യണമെന്ന നിലയിലേക്ക് അന്വേഷണം പുരോഗമിക്കുകയാണ്. കാരണം SITയുടെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് നടക്കുന്നതെന്ന് ഇപ്പോൾ വ്യക്തമാണ്. സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ രഹസ്യമായി ചോദ്യം ചെയ്തതും CPMന്റെ ഇടപെടൽ വ്യക്തമാണ്. തീർന്നില്ല, CPMന്റെ മുഖങ്ങളായി വാഴ്ത്തിയ N വാസു, A പത്മകുമാർ, VN വാസവൻ തുടങ്ങിയ പ്രമുഖരെല്ലാം അയ്യപ്പന്റെ മുതൽ കട്ടവരെന്ന് തെളിയുകയാണ്. ഇതെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMന് വലിയ വെല്ലുവിളി ഉയർത്തുന്നതാണ്. തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പരിഗണിക്കുമ്പോൾ ഗതികേടിന്റെ അങ്ങേയറ്റത്തെത്തിയിരിക്കുകയാണ് ഇടതുപക്ഷം. ശബരിമലയിലെ കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ കടത്തിയ കേസിലും P പത്മകുമാർ പ്രതിയാണ്. കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലായിട്ടും പത്മകുമാറിനെ പാർട്ടി പുറത്താക്കിയിട്ടില്ല. ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ N വാസു കട്ടിളപ്പാളി കേസിലെ മൂന്നാം പ്രതിയാണ്. ശബരിമലയിലെ കട്ടിളപ്പാളികൾ ആദ്യമായി ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയത് N വാസുവാണെന്ന ദേവസ്വം ബോർഡിന്റെ അംഗീകാരത്തിനായി നൽകിയ കത്തിൽ SIT കണ്ടെത്തിയിരുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ കോടികൾ കട്ടുമുടിച്ചിട്ട് VN വാസവൻ ഇത് സംബന്ധിച്ച രേഖകളൊന്നും പുറത്തുവിട്ടിരുന്നില്ല. ഓഡിറ്റ് റിപ്പോർട്ടിൽ ചെലവായ തുകയിൽ അധികമോ ഇരട്ടിയോ വരെ ധൂർത്തടിച്ചിരിക്കുകയാണ് CPM. കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിൽ ചെലവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് പുറത്തുവിടേണ്ടതെന്നായിരുന്നു ദേവസ്വം മന്ത്രിയുടെ മുടന്തൻ ന്യായം. നന്ദഗോവിന്ദം ഭജൻസിന്റെ പരിപാടിയാണെന്ന് അറിയില്ലെന്നും താൻ അക്കാര്യം അന്വേഷിക്കാറില്ലെന്നും VN വാസവൻ ന്യായം പറഞ്ഞിരുന്നു. ബിനാമി ഇടപാടുകളിൽ നിന്ന് PP ദിവ്യയെ രക്ഷിക്കാനും CPM ഇടപെടൽ നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രമുഖരെല്ലാം പല കേസുകളിൽ പ്രതിയായിരിക്കുന്നതിനാൽ മത്സരിപ്പിക്കാൻ സ്ഥാനാർത്ഥികളില്ലാത്ത ഗതികെട്ട അവസ്ഥയിലാണ് CPM. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദത്തെ തുടർന്നുണ്ടായ വിഭാഗീയതയിൽ സിറ്റിംഗ് MLA ടി മധുസൂദനെയും തെരഞ്ഞെടുപ്പിൽ നിന്ന് പുറത്താക്കാനാണ് CPM ഇപ്പോൾ ആലോചിക്കുന്നത്. നേരത്തെ തന്നെ ആരോപണ വിധേയനായ മധുസൂദനെ നിലനിർത്തിയാൽ പാർട്ടിയിൽ വോട്ട് ചോർച്ചയുണ്ടാകുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. മധുസൂദനെ മാറ്റി P ജയരാജനെ കളത്തിലിറക്കി പയ്യന്നൂരിലെ വിഭാഗീയതയ്ക്ക് അറുതി വരുത്താനാണ് CPM നീക്കം നടത്തുന്നത്. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദത്തെ തുടർന്ന് പാർട്ടി പ്രാദേശിക ഘടകങ്ങളിൽ ഭിന്നത നേരിട്ടിരുന്നു. CPMന്റെ ചെങ്കോട്ടകളിൽ വരെ സിറ്റിംഗ് MLAയെ പുറത്താക്കേണ്ടി വരുന്ന തരത്തിലേക്ക് CPM തരം താണിരിക്കുന്നു. പയ്യന്നൂരിലെ അന്തിമ തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് കൈക്കൊള്ളുക. നിരവധി കേസിൽ കുറ്റാരോപണത്തിനും പ്രതിയുമായി തുടരുന്ന ഈ CPM നേതാക്കളെ കൊണ്ട് വീണ്ടും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഷ്ടപ്പെടുകയാണ് CPM. VIP മണ്ഡലമെന്ന ഖ്യാതിയുള്ള പയ്യന്നൂരിൽ പ്രദേശവാസിയല്ലാത്തവർ മത്സരിക്കുന്നത് പുതുമയല്ല. MV രാഘവനും പിണറായി വിജയനും ഇവിടെ നിന്ന് സഭയിലെത്തിയിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറിയായിരുന്ന കാലത്ത് പയ്യന്നൂർ രാമന്തളി മേഖലകളിൽ ജയരാജനെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം പ്രവർത്തകരുമുണ്ട്. നിലവിൽ മധുസൂദനെ എതിർക്കുന്ന വിഭാഗമാണ് ജയരാജന്റെ പേര് സജീവമായി ഉയർത്തുന്നത്. ഈ നീക്കത്തിന് പിന്നിലും പയ്യന്നൂരിലെ വിഭാഗീയത തെളിയുകയാണ്. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് V കുഞ്ഞികൃഷ്ണൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ മണ്ഡലത്തിലെ ബ്രാഞ്ച് തലങ്ങളിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കിയിരുന്നു. കുടുംബയോഗങ്ങൾ നടത്തി സ്ഥിതി വിശദീകരിക്കുമെന്ന് പാർട്ടി പ്രഖ്യാപിച്ചെങ്കിലും പയ്യന്നൂർ മേഖലയിൽ ഇത് പ്രായോഗികമായിട്ടില്ല. നേതൃത്വത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് വിഭാഗീയത വളർന്ന പശ്ചാത്തലത്തിലാണ് PJ കാർഡ് ഇറക്കി മണ്ഡലം നിലനിർത്താൻ നീക്കം നടക്കുന്നത്. 2021 49,780 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് ടി മധുസൂദനൻ ജയിച്ചത്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF ഭൂരിപക്ഷം 13,257 കുത്തനെ ഇടിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് 34,807 ആയെങ്കിലും വിഭാഗീയത വോട്ടു ചോർച്ചയ്ക്ക് കാരണമാകുമെന്ന ഭയം നേതൃത്വത്തിനുണ്ട്. കടുത്ത പോരാട്ടത്തിലും വിജയം ഉറപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് CPM. എന്നിരുന്നാലും പയ്യന്നൂരിലെ വോട്ടു ചോർച്ച CPMന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്.